വെൽക്കം ബാക്ക് ടു ബ്രേക്കിംഗ് അവേഴ്സ്. നമ്മൾ നേരെ ഇടുക്കിയിലേക്കാണ്. ഇടുക്കി കട്ടപ്പനയിലെ ആനകുത്തിയിൽ കാട്ടുപന്നി കിണറ്റിൽ വീണു. കണ്ണാക്കത്തടത്തിൽ ബേബിച്ചന്റെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് കാട്ടുപന്നി വീണത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സന്ദീപ് രാജാക്കാടും സ്ഥലത്തെത്തിയിട്ടുണ്ട്. സന്ദീപ് രാജാക്കാട്, കാട്ടുപന്നിയെ കിണറ്റിൽ നിന്ന് എങ്ങനെ കയറ്റും? സുജയ, കാട്ടുപന്നി ഇന്ന് പുലർച്ചെയാണ് നാട്ടുകാർ ഈ കൃഷിയിടത്തിലേക്ക് എത്തിയ തോട്ടം തൊഴിലാളികളാണ് ഇത്തരത്തിൽ കാട്ടുപന്നി വീണ് കിടക്കുന്നതായിട്ട് കാണുന്നത്. ഇത് ഏറ്റവും പ്രധാനമായി ഒരു ശുദ്ധജല സ്രോതസ്സാണ്. നാട്ടിലെ ആകെയുള്ള നിരവധി ആളുകളുടെ കുടിവെള്ള സ്രോതസ്സാണ്. അതിലേക്കാണ് കാട്ടുപന്നി വീണിരിക്കുന്നത്. ഈ കാട്ടുപന്നിയെ വെടിവെക്കുന്ന നടപടിയിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഈ പ്രദേശത്ത് ലൈസൻസ് ഉള്ള തോക്കില്ലാത്തതിനാൽ പെരിയാർ കടുവാ സങ്കേതത്തിൽ നിന്നും വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ തോക്ക് കൊണ്ടുവന്ന് വെടിവെക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ നിന്നും ഇവിടെ എത്തി മറ്റു നടപടികൾ സ്വീകരിക്കണം. അതിനല്പം താമസം എടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നൽകുവാൻ കഴിയുന്ന വിവരം. എന്തായിരുന്നാലും കാട്ടുപന്നിയെ വെടിവെച്ച് അവിടെ അതിൽ നിന്നും കയറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. അതിനുശേഷം കിണർ ശുചീകരിക്കുക എന്നുള്ള നടപടികളിലേക്കൊക്കെ കടക്കേണ്ടി വരും. എന്തായിരുന്നാലും വന്യജീവികൾ കൂട്ടത്തോടെ കാടിറങ്ങി ജനവാസ മേഖലയിലും കൃഷിയിടങ്ങളിലും തമ്പടിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായി ഏറ്റവും കൂടുതൽ നാശനഷ്ടം വരുത്തുന്ന കാട്ടുപന്നി ഈ കപ്പയും ചേനയും ചേമ്പും അടക്കമുള്ള ചെറുവിളകൾ ഒന്നും തന്നെ ഈ കർഷകർക്ക് വിളവെടുക്കുവാൻ കഴിയാത്ത തരത്തിൽ കാട്ടുപന്നിയുടെ ശല്യം അതിരൂക്ഷമായി തന്നെ മലയോരത്ത് നിലനിൽക്കുകയാണ്. അതിന്റെ ഒരു ഭാഗം കൂടിയാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കിണറ്റിൽ ഈ കാട്ടുപന്നി വീണിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായിരുന്നാലും വനംവകുപ്പിന്റെ ഒരു തീരുമാനം കാട്ടുപന്നിയെ വെടിവെച്ച് കരയ്ക്ക് കയറ്റുക. സന്ദീപ്, ഈ ബേബിച്ചന്റെ കൃഷിയിടം എന്ന് പറയുമ്പോൾ അവിടെ ഈ വിളകൾ നശിപ്പിക്കാനൊക്കെ കാട്ടുപന്നി ഇറങ്ങുന്നത് പതിവാണോ? സുജയ പാർവതി, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. അവിടെ എന്ന് മാത്രമല്ല, ഈ വിവിധ മേഖലകളിലെല്ലാം തന്നെ കാട്ടുപന്നിയുടെ ആക്രമണം അതിരൂക്ഷമായി തുടരുന്നുണ്ട്. ഏലക്കാട്ടിലടക്കം ഏലം ചെടികൾ നശിപ്പിക്കുന്നു. ഒപ്പം തന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നാണ്ട് വിളകൾ, പ്രത്യേകിച്ച് കപ്പ, ചേന, ചേമ്പ് അടക്കമുള്ള തന്നാണ്ട് വിളകൾ വ്യാപകമായി ഈ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നശിക്കുന്ന ഒരു സ്ഥിതി നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ തോതിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം മലയോരത്തിന്റെ വിവിധ മേഖലകളിലുണ്ട്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലായിരുന്നു കാട്ടുപന്നിയുടെ ആക്രമണമൊക്കെ ഉണ്ടാകുന്നത് എങ്കിൽ കഴിഞ്ഞ അടുത്ത നാളുകളിൽ ഇരുമ്പവാലം ടൗണിലും അടിമാലി ടൗണിലും അടക്കം കാട്ടുപന്നികൾ കൂട്ടത്തോടെ ഇറങ്ങിപ്പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ വലിയ തോതിൽ കാട്ടുപന്നി ശല്യവും ഈ കാട്ടാനയുടെയും കാട്ടുപോത്തിന്റെയും ഒക്കെ ആക്രമണത്തിന് പിന്നാലെ കാട്ടുപന്നി ശല്യവും അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. വന്യമൃഗങ്ങളാകെ വലിയ തോതിൽ ഈ ജനവാസ മേഖലയിൽ നിലനിൽക്കുന്ന ഒരു സ്ഥിതി ഇപ്പോൾ ആകെപ്പാടെയുണ്ട്. ഏറ്റവും കൂടുതലായി വരൾച്ച രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ നിരവധിയായിട്ടുള്ള വന്യമൃഗങ്ങൾ ഏറ്റവും കൂടുതൽ ശല്യം രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇപ്പോൾ കാട്ടുപന്നി കിണറ്റിൽ വീണിരിക്കുന്നത്. ഒരു പന്നി മാത്രമാണ് കിണറ്റിലുള്ളത്. നിരവധിയായിട്ടുള്ള കൂട്ടമായി നിൽക്കുന്ന കാട്ടുപന്നി കൂട്ടങ്ങൾ വളരെയധികം ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാകണം എന്ന് തന്നെയാണ് ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഈ കാട്ടുപന്നിയെ വെടിവെക്കുവാനൊക്കെയുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതൊക്കെ പ്രായോഗികമായി നടപ്പിലാക്കുവാൻ ചില ബുദ്ധിമുട്ടുകൾ ഇവിടെ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാപകമായ ഇത്തരം കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ വെടിവെക്കുന്നതിന് അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യവും നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സുജയ പാർവതി. ഓക്കെ, സന്ദീപ് രാജാക്കാടാണ് വിവരങ്ങൾ നൽകിയത്. കാട്ടുപന്നി കിണറ്റിൽ കിടക്കുകയാണ്. മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങളാണ് അവിടെ നടക്കുന്നത്. വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ ദൃശ്യങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്ക് വീണ്ടും എത്താം അതിലേക്ക്.